അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മുസ്തഫ മൻഫലൂത്തി അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള അൽ ഫളീല ഔൽ ബോൾ ഫർജീനി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലെ മർഗരീത്ത് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. മർഗരീത്ത് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ പേരാണ്. ഒരുപക്ഷെ മാർഗരറ്റ് എന്ന് പറയുന്നതിൻ്റെ അറബി വേർഷൻ ആയിരിക്കും മർഗരീത്ത് എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് മാർഗരറ്റ് എന്ന് ഉപയോഗിക്കാം. ഈ മാർഗരറ്റ് എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാർഗരറ്റ് എന്ന് പറയുന്ന ആ സ്ത്രീ, അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് കാനത്ത് ആയിഷ ഫി ഹാദിഹിൽ അർദി ഖബ്ല ആം വാഹിദ് മിൻ ഹുദൂരി മദാം ദി ലാത്തൂർ. മദാം ദി ലാത്തൂർ ഈ ലോകത്ത് വരുന്നതിൻ്റെ മദാം ദി ലാത്തൂർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ കാലഘട്ടത്തിൻ്റെ ഒരു വർഷം മുമ്പ് ഈ ഭൂമിയിൽ ഒരു സ്വാലിഹത്തായിട്ടുള്ള നല്ലവളായിട്ടുള്ള ഒരു സ്ത്രീ ജയിച്ചിരുന്നു. അവളുടെ പേര് മാർഗരറ്റ് എന്നായിരുന്നു. ഈ മദാം ലീ ലാത്തൂർ എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ ഒരു ടൈം പീരീഡ് പറയാറുണ്ടല്ലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ മുമ്പ്, കോവിഡിന് ശേഷം എന്ന് പറയാറുണ്ടല്ലോ. അതേപോലെ ഒരു ടൈം പീരീഡ് പറയാനായിരിക്കാം ഈ മദാം ദി ലാത്തൂർ എന്ന് പറയുന്ന സ്ത്രീയെ പറഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും ആ കാലത്ത് ഒരു നല്ലവളായിട്ടുള്ള ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവളുടെ പേര് മാർഗരറ്റ് എന്നായിരുന്നു. ഈ മാർഗരറ്റ് യഥാർത്ഥത്തിൽ ജനിക്കുന്നത് ബരിത്താനിയയിലാണെങ്കിലും പിന്നീട് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം കാരണത്താൽ, അവളുടെ ജീവിതത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം കാരണത്താൽ പിന്നീട് ഇങ്ങോട്ട് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റൊരു നാട്ടിലേക്ക് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ആ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്മർ കാലഘട്ടത്തിൽ സമ്മർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും പൊതുവെ മാന്യൻ എന്ന് വിചാരിക്കുന്ന, ജനങ്ങളുടെ ഇടയിലൊക്കെ പൊതുവെ മാന്യൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി അവളുടെ നാട്ടിലേക്ക് വരികയുണ്ടായി. എന്നാൽ ഈ സ്ത്രീ ആണെങ്കിലോ, മാർഗരറ്റ് ആണെങ്കിലോ, അവൾ വളരെയധികം സൗന്ദര്യമുള്ള അതുപോലെ തന്നെ നിഷ്കളങ്കയായിട്ടുള്ള ഒരു യുവതിയായിരുന്നു. ആ സമയത്ത് ഇവളെന്താണ്, ഈ നിഷ്കളങ്കയായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് ഇതെല്ലാം ഒന്നും സംശയത്തിന് ഇടവെക്കാതെ, ഒന്നും നോക്കാതെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന അത്തരത്തിലൊരു നിഷ്കളങ്കയുടെ സ്വഭാവമായിരുന്നു ഈ മാർഗരറ്റിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇദ്ദേഹം ഇവളെ കാണുകയും ഇവളെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇദ്ദേഹം ഇവളോട് വന്നുകൊണ്ട് ഇയാൾക്ക് ഇവളെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ കല്യാണം കഴിക്കാം, ഇവരുടെ ജീവിതം നല്ല സന്തോഷകരമായിരിക്കും, അതേപോലെ തന്നെ ക്ഷേമത്തിലായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവളൊക്കെ ഇത് കേട്ടപാടെ ഇതൊക്കെ വിശ്വസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാവം അവൾ, ഈ മാന്യന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ സംസാരത്തിലും അവരുടെ കരാറിലൊക്കെ പൂർണ്ണമായിട്ടും സത്യസന്ധത പുലർത്തുന്നവരാണെന്ന് അവർ വിചാരിച്ചു. അതുപോലെ തന്നെ ഈ രൂപത്തിലും വേഷത്തിലൊക്കെ മാന്യന്മാരായിട്ടുള്ള ആളുകൾ അവരവരുടെ കരാറുകളൊന്നും ഒരിക്കലും ലംഘിക്കില്ല എന്നായിരുന്നു അവളുടെ വിശ്വാസം. കരാർ ചെയ്താൽ ലംഘിക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഇയാൾ അവൾക്ക് വാഗ്ദാനം കൊടുക്കുകയാണ്. ഞാൻ ഈ സമ്പർക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയി എൻ്റെ മാതാപിതാക്കളോട് സമ്മതം ചോദിച്ചതിന് ശേഷം ഞാൻ നിന്നെ കല്യാണം കഴിക്കും, നമുക്ക് നല്ലൊരു ജീവിതം തുടരാം എന്നുള്ള രീതിയിൽ ഇവൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാര്യ ഭർത്തൃ ജീവിതം, ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണോ ജീവിക്കുക ആ രീതിയിൽ അവൾ അയാളോട് കൂടെ ആ നാട്ടിൽ ജീവിക്കാനും തുടങ്ങി. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇയാൾക്ക് ഇവളെ പതിയെ മടുത്തു തുടങ്ങി. എത്രത്തോളം, കഴിഞ്ഞ ഒരുപാട് പെണ്ണുങ്ങളെ ഇയാൾക്ക് കുറച്ച് കാലം ഉപേക്ഷിച്ചതിന് ശേഷം ഇയാൾക്ക് മടുപ്പ് വരും. അതുപോലെ തന്നെ ഇവളെയും മടുത്തു. അപ്പോൾ ഇയാളുടെ ആദ്യത്തെ ഇരയൊന്നുമല്ല ഈ പാവം പെൺകുട്ടി. അതിങ്ങനെ ഈ മാർഗരറ്റിനെ ഇയാൾക്ക് മടുത്തു തുടങ്ങി. പെട്ടെന്നൊരു ദിവസം ഇവളോടൊന്നും പറയാതെ ഇയാൾ ആ നാടും വിട്ട് എങ്ങോട്ടോ യാത്ര പോയി. അവളുടെ സന്തോഷവും അതുപോലെ തന്നെ അവളുടെ ആ പ്രതീക്ഷയെല്ലാം അവിടെ അസ്തമിക്കുകയായിരുന്നു. അവൾ പൂർണ്ണമായിട്ടും തകർന്നു പോയി. അവളുടെ തലയിണയുടെ അടിയിൽ കുറച്ച് പൈസ അയാൾ വെച്ചിട്ടുണ്ട്. അത് അവളുടെ മാനത്തിനും അഭിമാനത്തിനൊക്കെ ഒരു വിലയായിട്ട്, കാരണം ഇയാൾക്ക് വേണ്ടിയിട്ട് ഇവളുടെ മാനവും അതുപോലെ തന്നെ അഭിമാനമൊക്കെ നശിപ്പിച്ചല്ലോ, അതിനുള്ള അവളുടെ മാനത്തിന് വിലയായിട്ട് അയാൾ കുറച്ച് പൈസ അവളുടെ തലയിണയുടെ അടിയിൽ വെച്ച് പോയതുപോലെയാണ് അയാൾ വെച്ച് പോയിട്ടുള്ളത്. ഇത് കണ്ട ഉടനെ അവൾക്ക് എന്തെന്നില്ലാത്തൊരു ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നിട്ടുള്ളത്. അവൾ ഇദ്ദേഹം യാത്ര പോകുന്ന ഒരു കടൽ തീരത്തേക്ക്, ആ കപ്പലൊക്കെ നിർത്തിയിടുന്ന ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് ഓടുകയുണ്ടായി. കടൽ തീരത്ത് എങ്ങാനും ഇവനെ കണ്ടുമുട്ടിയാലോ എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ പെട്ടെന്ന് ഇറങ്ങി ഓടി. കടൽ തീരത്തെത്തിയപ്പോൾ അവൻ്റെ കപ്പൽ ഒരുപാട് ദൂരത്തെത്തിയിരുന്നു. ആ ഒരു കപ്പൽ പടിഞ്ഞാറിൽ നിന്ന് ഒരു നക്ഷത്രം കാണുന്നത് പോലെ മാത്രമാണ് ആ കപ്പലിനെ അവൾക്ക് കാണാൻ കഴിയുന്നത്. അവൾക്ക് വളരെയധികം വിഷമമായി. അതേപോലെ തന്നെ ഹൃദയത്തിൽ ഒരു ആഴത്തിലുള്ളൊരു മുറിവ്, അതുപോലെ തന്നെ പൂർണ്ണമായും കരഞ്ഞുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആൾക്കറിയില്ല അത്രയ്ക്കും അവൾ കരഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരുമായിട്ട്, ആ കലങ്ങിയ കണ്ണുകളുമായിട്ട് അവൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും തകർന്ന, വളരെ വിഷമമുള്ള രീതിയിൽ കുറച്ച് ദിവസങ്ങൾ അവൾ കഴിച്ചുകൂട്ടി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഉദരത്തിൽ എന്തോ അയാളുടെ കുഞ്ഞുണ്ട് എന്ന് അവൾക്ക് തോന്നി.
അവൾക്ക് മനസ്സിലായി അവൾ എന്താണ് ഗർഭിണിയാണ് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അവളുടെ കാര്യങ്ങളെല്ലാം അവളുടെ കയ്യിൽ നിന്ന് വീണുപോയി. അഥവാ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അവൾക്ക് ഇനി ഒരിക്കലും തൻ്റെ കുടുംബക്കാരുടെയോ ഈ നാട്ടിലോ ഒരിക്കലും നിൽക്കാൻ കഴിയുകയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. കാരണം ഒരു കന്യകയുടെ കയ്യിലുണ്ടായിരുന്ന കന്യകത്വം, ആ ഏറ്റവും മൂല്യമുള്ള ഒരു രത്നമാണല്ലോ കന്യകയുടെ കയ്യിലുള്ള അവളുടെ കന്യകത്വം. ആ കന്യകത്വം അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇയാളെന്താണ് ഇവൾക്ക് നൽകിയ ഒരു മഹർ പോലെയായിരുന്നു ഈ ഒരു കുട്ടി. അവ പൂർണ്ണമായിട്ടും അവളുടെ കാര്യങ്ങളെല്ലാം അവളുടെ കയ്യിൽ നിന്ന് പോയി. ഒരിക്കലും ഇനി ഈ നാട്ടിൽ അവളുടെ അഹലുകാരോട് കൂടെ അവളുടെ കുടുംബത്തോടു കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവൾ തൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അപമാനത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് വളരെ ദൂരത്തുള്ള ഒരു കോളനിയിലേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ക്ഷീണങ്ങളെല്ലാം പേറി അവൾ യാത്ര ചെയ്തുകൊണ്ട് ആ ഒരു കോളനിയിൽ എത്തുകയുണ്ടായി. അവിടെ വെച്ച് ഒരുപാട് നല്ലവരായിട്ടുള്ള ആളുകൾ, ഒരുപാട് ഉദാരമനസ്കരായിട്ടുള്ള ആളുകൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു നീഗ്രോ അടിമയെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് കുറച്ച് ഭൂമിയും നൽകുന്നുണ്ട്. അങ്ങനെ ഈ അടിമയെ വെച്ചുകൊണ്ട് അവളുടെ ആ ഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ട് അവൾ നല്ലപോലെ കൃഷി ചെയ്തുകൊണ്ട് ഒരുപാട് ഫലങ്ങൾ അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ രീതിയിൽ എന്താണ് അവളുടെ ജീവിതം അവൾ മുന്നോട്ട് നീക്കി. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ വളരെയധികം ഒരു സാഡായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇവിടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. പൊതുവെ പണ്ട് കാലത്തൊക്കെ വളരെയധികം വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു പ്രവണതയായിരുന്നു ഇങ്ങനെ. അഥവാ ദൂരദേശത്ത് നിന്ന് ആരോ ഇങ്ങനെ വരികയും അതുപോലെ തന്നെ ഇത്തരത്തിൽ സ്ത്രീകളെ കബളിപ്പിച്ചു കൊണ്ടിട്ടുള്ള അവസ്ഥകൾ അന്നൊക്കെ വ്യാപകമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കഥ ഫ്രഞ്ചിൽ നിന്ന് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഒരു അറബി വൽക്കരണമാണ് യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്തും ഇന്നത്തെ പാശ്ചാത്യ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സിംഗിൾ പാരന്റിങ്ങിനുള്ള ബുദ്ധിമുട്ടുകൾ പേറുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് അധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിവാഹമില്ലായ്മ, അതുപോലെ തന്നെ ലിവിങ് ടുഗദറുകൾ, അത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അമ്മമാരാണ്, സ്ത്രീകളാണ്. ഈ പുരുഷന്മാർ ഇത്തരത്തിലുള്ള ഓരോന്ന് ചെയ്തുകൊണ്ട് അവർ നാടുവിടുകയോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഏൽക്കാതെ അവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഇതിൻ്റെ ഭാവിയിലുള്ള എല്ലാ ദുരിതങ്ങളും പേറുന്നത് ഈ പാവപ്പെട്ട സ്ത്രീ ആയിരിക്കും. അങ്ങനെ ഒരു സിംഗിൾ പാരന്റിങ് ഉള്ള ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് സ്ത്രീകൾ അന്നും ഇന്നും നമ്മുടെ സമുദായത്തിലുണ്ട്. അത്തരത്തിലുള്ള സ്ത്രീകളുടെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അവരുടെ എല്ലാം കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ചെറിയൊരു കഥയാണ് ഇവിടെ നാം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് ഒരു പാഠം കൂടെ ബാക്കിയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.